എവിടാ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നത്? അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. ഇവിടുത്തെ മോഹൻലാൽ ഇവിടുത്തെ ഒരു രക്ഷകർത്താവ് പേരന്റായിട്ട് വരികയാണ്. അത് പേരന്റായിട്ട് വരുന്നത് ഉദ്ദേശം ശോഭനെ. വെൽക്കം ടു ഇപ്ര വ്ളോഗ്സ്. ഇപ്ര വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാണ് ആ സ്കൂൾ. ഏത് സ്കൂളാണെന്നല്ലേ? 1986 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത TP ബാലഗോപാലൻ എന്ന ചിത്രത്തിൽ ശോഭനെ അവതരിപ്പിച്ച അനിത ടീച്ചർ പഠിപ്പിച്ച അല്ലുത്തമൻ സ്കൂൾ. ഈ സ്കൂളിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള കഴക്കൂട്ടമാണ്. ഇന്നേക്ക് 39 വർഷം മുമ്പാണ് TP ബാലഗോപാലൻ MA എന്ന ചിത്രം ഇവിടെ ചിത്രീകരിച്ചത്. മോഹൻലാലിനെ തേടി മികച്ച നടനുള്ള ആദ്യത്തെ സംസ്ഥാന അവാർഡ് എത്തുന്നത് ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ്. ഇന്നേക്ക് 39 വർഷങ്ങൾക്ക് മുമ്പാണ് TP ബാലഗോപാലൻ എന്ന ചിത്രത്തിന് ഈ സ്കൂൾ ലൊക്കേഷനായിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ലൊക്കേഷനായിട്ടുള്ളതും ട്രിവാൻഡ്രം തന്നെയാണ്. ഇന്നലകളിലെവിടെയോ അനിത ടീച്ചറും ബാലഗോപാലനും പിന്നെ ആ കുട്ടികളും കടന്നുപോയ വഴിത്താരകളിലെ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പോയി വരാം. TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിൽ മോഹൻലാൽ തൻ്റെ പെങ്ങളുടെ 2 കുട്ടികളുമായിട്ട് സ്കൂളിലേക്ക് എത്തുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ദാ ഇവിടെയായിട്ടാണ്. അന്ന് വിശാലമായ ഈ സ്കൂൾ മുറ്റത്ത് ഈ തൂണുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് പുതിയതായി വന്ന മാറ്റമാണ്. മോഹൻലാൽ കുട്ടികളുമായി സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂൾ അസംബ്ലി നടക്കുകയാണ്. അപ്പോൾ അനിത ടീച്ചറും മറ്റ് ടീച്ചർമാരും നിന്നിരുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ സ്റ്റേജിൻ്റെ അടുത്തായി ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ്. പച്ചപ്പുകൾ നിറഞ്ഞ സ്കൂൾ മുറ്റവും അങ്ങിങ്ങായി കാണുന്ന തെങ്ങിൻ തലപ്പുകളും ചേർന്ന് മനോഹരമായ ഒരു കാഴ്ചകളെയാണ് ഈ സ്കൂൾ നമുക്ക് സമ്മാനിക്കുന്നത്. സ്കൂൾ അസംബ്ലി കഴിഞ്ഞ് കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ തൻ്റെ പെങ്ങളുടെ 2 കുട്ടികളുമായി അനിത ടീച്ചറിന് അടുത്തേക്ക് നടന്നു വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ ചിത്രത്തിൽ സ്കൂൾ അസംബ്ലി നടക്കുന്ന സമയത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന കുട്ടിയുടെ അടുത്തു നിൽക്കുന്ന കുട്ടിയെ യാദൃശ്ചികമായാണ് ശ്രദ്ധിച്ചത്. ഇടതുവശത്ത് നിൽക്കുന്ന ഈ കുട്ടിയെ എവിടെയോ കണ്ട പോലെ. ഈ കുട്ടി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? മലയാള സിനിമയിൽ ഇന്നറിയപ്പെടുന്ന നടി സോന നായരുടെ കുട്ടിക്കാലമാണിത്. അന്ന് TP ബാലഗോപാലനിൽ ഒരു ബാലതാരമായി എത്തിയ സോന നായർ പിൽക്കാലത്ത് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയായി മാറി. ഒരു ബാലതാരമായി ബാലഗോപാലനിലെത്തിയ സോന നായർക്ക് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനോടൊപ്പം നരൻ എന്ന ചിത്രത്തിൽ അതിശക്തമായ കുന്നുമ്മൽ ശാന്ത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് കാലം തീർക്കുന്ന മായാജാലമായി കാണുവാൻ കഴിയും. ഈ ചിത്രത്തിൽ മോഹൻലാൽ തൻ്റെ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ അനിത ടീച്ചറിന് കൈമാറുന്നത് ഇവിടെ വെച്ചാണ്. എന്താവശ്യമുണ്ടെങ്കിലും കുട്ടികൾ എന്തെങ്കിലും വെറുതെ കാണിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ പോലും വിളിച്ചറിയിക്കണം എന്നൊക്കെ പറയുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. 1986 TP ബാലഗോപാലൻ എന്ന ചിത്രം
ഈ സ്കൂളിൽ ചിത്രീകരിക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ ഇപ്പോഴും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മളുമായിട്ട് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. സാറിന്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഹസൻ. ഇവിടുത്തെ അധ്യാപകനാണ്. ഞാൻ ഇവിടുത്തെ അറബി അധ്യാപകനാണ്, അതേപോലെ സീനിയർ അസിസ്റ്റന്റാണ്. ബാലഗോപാലനമ്മ എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, ഒരാഴ്ചയോളം ഇവിടെ ഷൂട്ടിംഗ് നടന്നിരുന്നു. സ്കൂൾ വർക്കിംഗ് ആണോ? അന്ന് വർക്കിംഗ് ആയിരുന്നു. സ്കൂളിന്റെ ജനറൽ അസംബ്ലി പൂർണ്ണമായിട്ട് അവരെടുത്തു. അതേപോലെ അസംബ്ലി അതിന്റെ കുട്ടികൾ വരികയായിട്ട് പോകുന്നതൊക്കെ അവരെടുത്തു. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന പ്രിൻസിപ്പൽ റൂമായിരുന്നു അന്ന് എടുത്തിരുന്നു അല്ലെ? അസംബ്ലി സമയത്ത് കൂടുമ്പോഴത്തേക്ക് ഒരു ഡ്രില്ലിന്റെ അല്ലെ PT യുടെ ഒക്കെ ഒരു സാർ അദ്ദേഹമൊക്കെ റിട്ടയർ ആയി തോന്നുന്നു. അത് ഇവിടുത്തെ സാർ തന്നെയാണോ? ഒരു PT പിള്ളേരെയൊക്കെ ലൈനായിട്ട് വിടുന്നതൊക്കെ അത് ഇവിടുത്തെ സാർ തന്നെയാണ്. പനനീർ സെൽവം എന്ന് പറയുന്ന പഴയ PT സാറായിരുന്നു. ഓഹോ, അദ്ദേഹം റിട്ടയർ ആയി അല്ലേ? സാർ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ വർക്ക് ചെയ്തിട്ട് 42 വർഷമായി. ഓ ശരി ശരി. ഒരാഴ്ച ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ. മോഹൻലാലിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി, ശോഭന, ഇവരൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ സിനിമയുടെ ഒരു യാദൃശ്ചികമായിട്ടൊരു രംഗം നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ നടി സോനാ നായറിനെ സാറിന് ഓർമ്മയുണ്ടോ? സോനാ നായർ ഇവിടെ പഠിച്ചതാണ് അല്ലേ? സാറിന് ഓർമ്മയുണ്ടോ സോനാ നായർ? വളരെ സ്കൂളിന് വേണ്ടി ഒരുപാട് പോയിന്റ്സ് ഒക്കെ നമുക്ക് വാങ്ങിയിരുന്നു. അതേപോലെ ഓവറോൾ ട്രോഫിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവര്. സോനാ നായരുടെ അമ്മ ഇവിടെ പഠിച്ചു. സോനാ നായരുടെ അമ്മ അവരിവിടുത്തെ ഡാൻസ് ടീച്ചറായിരുന്നു. ഡാൻസ് ടീച്ചറാണ് സോനാ നായരുടെ അമ്മ. പഠിക്കുന്ന കാലത്ത് സോനാ നായർ ഈ കലാമേഖലയിലൊക്കെ കലാരൂപത്തിലേക്ക് ഈ വേദിയിലേക്ക് നിറഞ്ഞിരുന്നു ആണല്ലേ? സ്കൂളിലെ പ്രയർ പാടുന്നത് ഇതില് സോനാ നായർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിലും സോനാ നായർ വരുന്നത് അല്ലേ? ഓ, സോനാ നായർ ഇവിടുത്തെ പ്രോഗ്രാമുകളിലൊക്കെ പിന്നെ വരാറുണ്ടോ? എല്ലാ പ്രോഗ്രാമുകളിലും. ഓ, ഇതൊക്കെ ആ പ്രയറിലൊരു കുട്ടി അതെങ്ങനെയോ പരിചയം ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് സോനാ നായരുടെ ചെറിയ ചായ. നമ്മുടെ സ്കൂൾ സ്ക്വയറിലെ ഒരു കുട്ടിയായിരുന്നു. ഷൂട്ടിങ്ങിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ വരാനായിട്ട് എങ്ങനെ വന്നതാണെന്ന് അറിയുമോ? ഈ സ്കൂളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കണ്ടിട്ടാണ്. സ്കൂളിൽ അന്ന് തെക്കൻ കേരളത്തിൽ ഇത്രയും ബൃഹത്തായ ഒരു സ്കൂൾ ഇല്ലായിരുന്നു. 2 പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. ഒന്ന് അച്ഛൻ തമ്പി സാറും, അദ്ദേഹം അക്കാഡമിക് സൈഡായിരുന്നു. 2 പീർ മുഹമ്മദ് സാറ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ മൺമറഞ്ഞിരിക്കുകയാണ്. 4-ലാണ് ഇത് തുടക്കം അല്ലേ? ഓ ശരി ശരി. 86-ലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഒരാഴ്ച നീണ്ടു. അപ്പൊ ഈ ക്ലാസ് ടൈമിൽ തന്നെയാണോ ഇത് ഷൂട്ട് ചെയ്യുന്നത്? അതെ അതെ അതെ. അപ്പം വലിയ ശോഭന ഇവിടുത്തെ ടീച്ചറായിട്ടാണ്. ടീച്ചറായിരുന്നു. അവരുടെ സ്റ്റാഫ് റൂം ആ ഭാഗത്തായിരുന്നു. മോഹൻലാൽ ഇവിടുത്തെ ഒരു രക്ഷകർത്താവ് പേരന്റായിട്ട് വരികയാണ്. അത് പേരന്റായിട്ട് വരുന്നത് ഉദ്ദേശം ശോഭനയെ കാണണം ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ 7 ദിവസവും സാറും ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. അല്ലേ? വളരെ സന്തോഷം സാറേ, സാറുമായിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ. ശരി. അപ്പോൾ അനിത ടീച്ചർ പഠിപ്പിച്ച അൽ ഉത്തമൻ സ്കൂളിലെ വിശേഷങ്ങൾ കണ്ടു മടങ്ങുകയാണ്. പഴയകാല സിനിമകളുടെ ലൊക്കേഷനുമായി വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടവാങ്ങട്ടെ.